കുട്ടികളോട് ഭാരതാംബെ നിങ്ങൾ പൂജിക്കണം, സ്മരിക്കണം, ഓർമ്മിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗം പിൻവലിക്കേണ്ടതാണ്. അത് അദ്ദേഹം പിൻവലിക്കണം. അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസംഗമാണ്. അദ്ദേഹം അത് പിൻവലിക്കുന്നതിന് വേണം. അല്ല, ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഗവർണറുടെ അധികാരങ്ങളെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടോ തോന്നി. അതുകൊണ്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. കാരണം ഭരണഘടനയുടെ ഭാഗമാണല്ലോ അതെല്ലാം വരുന്നത്. പ്രത്യേകിച്ച് ഈ ഗവർണർമാരിലെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇടപെടുമ്പോൾ പാഠപുസ്തകം എന്ന് പറയുമ്പോൾ 1 മുതൽ കുട്ടികളാണല്ലോ പഠിക്കുന്നത്. കുട്ടികൾ തെറ്റായി പഠിച്ചു പോകാൻ വേണ്ടി പാടില്ലല്ലോ, ശരിയായി തന്നെ പഠിച്ചു പോകണമല്ലോ. കുട്ടികൾക്കൊരു സംശയം ഉണ്ടാകാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികളെ പഠിപ്പിച്ച് പരീക്ഷയിൽ എഴുതിപ്പിക്കാം. ഇപ്പൊ രണ്ടാം ബൗളി ഇറങ്ങുമല്ലോ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് സാമൂഹ്യ ശാസ്ത്രം. രാജ്ഭവന് പങ്കുണ്ട്. രാജ്ഭവനിൽ ആഫീസ് സ്റ്റാഫ് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന RSSന്റെ പ്രവർത്തകരാണ്. ഗവർണറുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, താങ്കൾ ഡെലിബറേറ്റഡ് മനഃപൂർവ്വം ഒരു സ്പീച്ച് തയ്യാറാക്കി മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശത്തോടെ അവിടെ വന്നു എന്നാണ്. അതൊക്കെ ഒരു വിലയുമില്ലാത്തതും ഒരു ബലമില്ലാത്ത സ്റ്റേറ്റ്മെന്റാണ് രാജ്ഭവന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഞാനല്ലാതെ ഗവർണറും പ്രസംഗിക്കാൻ പോകുന്ന പ്രിപ്പയർ ചെയ്ത പ്രസംഗം കൊണ്ടല്ലേ പോണത്. ഞാനതുപോലെ കൊണ്ടുവന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ഞാനത് മുഴുവനും വായിച്ചില്ല. ആകെ 1 പേജ് മാത്രമേ വായിച്ചുള്ളൂ. അതിലൊക്കെ എന്താ കാര്യം ഇരിക്കുന്നത്? അതുമല്ല ഭരണഘടനാ ലംഘനം വല്ലതും ആണോ ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത്? ഗവർണറും അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല അദ്ദേഹത്തിന്. ഇന്ന് വഴുതക്കാട് വലിയ സംഭവമായിരുന്നു. ആരുണ്ടായിരുന്നു അവിടെ? വഴുതക്കാട് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വാഹനം നിർത്തി അവിടെ. വാഹനം നിർത്തിയെന്ന് വെച്ചാൽ ഈ വാഹനം എടുത്ത് മുന്നോട്ട് കൊണ്ട് പോകുന്ന ആരെങ്കിലും ദേഹത്ത്. യഥാർത്ഥത്തിൽ അവരൊരു 10-15 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സമരമാണെങ്കിൽ പ്രഖ്യാപിച്ചൊരു സമരമാവാം, വന്ന് വണ്ടി തടയാം, എന്തുവേണം ചെയ്യാം. ഇത് പതിയിരുന്ന് ഒളിച്ചിരുന്ന് വണ്ടിയുടെ മുമ്പ് ചാടി എന്തോ ഒരു ദുഷ്ടലാക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് ജനാധിപത്യപരമായും ഭരണഘടനാപരമായും ഓരോ സ്ഥാനത്തിൻ്റെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന പരിപാടികളാണെങ്കിൽ അതിലൊക്കെ തന്നെ പരിപൂർണമായി സഹകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും. അതല്ലാതെ ഉള്ള ഈ രൂപത്തിലുള്ള പരിപാടികളാണെങ്കിൽ അത് ആർക്കും പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. കൃഷി വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ പി അശോക് മന്ത്രി വഴി സർക്കാർ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് സർക്കാർ തന്നെ ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് വിഷയം ചർച്ച ചെയ്യും, അത് തിരുത്തണം, ഇത്തരം പഠനങ്ങൾ ഒഴിവാക്കുന്നത് തിരുത്തുന്നത് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഗവർണർ പരിഗണിക്കുന്നുണ്ടോ? അങ്ങനെ പി അശോകന്റെ കത്തിലൊന്നും മറുപടി ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ ചീഫ് സെക്രട്ടറി പറയും.